നമസ്കാരം. ഫണ്ണും ഫാമിലിയും ഒന്നിക്കുന്ന ഫൺ ഫാലിയും ഇടുന്നത് മറ്റൊരു രസകരമായ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നെടുമ്പാശ്ശേരിയിലാണ്. നെടുമ്പാശ്ശേരിയിലുള്ള സിംസി ചേച്ചി നമ്മുടെ മുമ്പിൽ ഒരു പരാതി അവതരിപ്പിച്ചു. ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചിക്ക് എപ്പോഴും നല്ല പണി കൊടുക്കും, നിങ്ങളൊന്ന് വന്ന് ചേട്ടനൊരു പണി കൊടു എന്ന്. അപ്പോൾ ആ പരാതി നമ്മൾ ഏറ്റുവാങ്ങിക്കണ്ടേ? ആ പരാതി ഏറ്റുവാങ്ങുകയും ചെയ്യും, ചേട്ടനൊരു മുട്ടം പണി കൊടുക്കുകയും ചെയ്യും എന്ന് ചേച്ചിക്ക് ഒരു വാക്ക് കൊടുത്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. അവർ വീട്ടിൽ കാത്തിരിക്കുകയാണ്. നമുക്ക് പോയാലോ? വാ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഓക്കെ ചേച്ചി, ചേട്ടാ നമസ്കാരം. വെൽക്കം ടു ദി ഷോ വൺസ് അഗൈൻ. ഓക്കെ, ചേച്ചിയുടെ പേര് ഒരു വെറൈറ്റി പേര്, സിംസി. ഇത് എങ്ങനെ പേരിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു കഥയുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. ആക്ച്വലി എന്റെ ഡാഡിയുടെ പേര് സൈമൺ പീറ്റർ എന്നാണ്. അപ്പൊ സൈമൺ അപ്പൊ അമ്മയ്ക്ക് പരാതി കാണും, അമ്മയുടെ പേര് ബിൻസി എന്തിനാണോ? അമ്മയുടെ പേര് മേഴ്സി എന്നാണ്. അങ്ങനെയാണ്. ചേട്ടന്റെ പേര് എങ്ങനെയാണ്? എന്റെ പേര് ആനന്ദ്. ആനന്ദിന്റെ അതില് മിക്സ് ഒന്നുമില്ല. ആനന്ദം, ആനന്ദം, പരമാനന്ദം. ഹാപ്പി. ചേച്ചിയും ചേട്ടനും ആനന്ദമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതം. അടിപൊളി. ചേച്ചി എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു മീഡിയം ആയിട്ട് വർക്ക് ചെയ്യാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ. ഓക്കെ, ഇവിടെ തന്നെയാണോ? എറണാകുളത്ത് തന്നെയാണ്. സ്വന്തം പക്ഷെ സ്ലാങ് കേട്ടിട്ട് എറണാകുളം പോലെ തോന്നുന്നില്ല. ശരിക്കും എവിടെയാണ്? നമ്മൾ തൃശ്ശൂരാണ്. ഓക്കെ, തൃശ്ശൂർ എവിടെ? എന്റെ വീട് ഗുരുവായൂരടുത്താണ്. എന്റെ വീട് കുന്നോളടുത്ത് വള്ളർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എടപ്പാള്. ആ ശരി. ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഞാനൊരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, ബാംഗ്ലൂര്. IT ആർക്കിടെക്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ബാംഗ്ലൂരാണ്. എല്ലാ ആഴ്ചയിലും പോയി വന്നോണ്ടേയിരിക്കുവോ? അത് മുന്നേ ഉണ്ടായിരുന്നില്ല. കൊറോണയ്ക്ക് ശേഷം കുറെ കാലം നമ്മളിവിടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. പിന്നെ ഒരു 2-3 കൊല്ലം കഴിഞ്ഞപ്പോ നിർബന്ധമാക്കി. അപ്പൊ അത് കാരണം ഒരു 10-12 ദിവസം ഓഫീസിൽ വരണം. അതൊരു അഡ്ജസ്റ്റ്മെന്റ്. ബാക്കി ദിവസം നമ്മളിവിടെ വീട്ടിൽ വർക്ക് ഫ്രം ഹോം ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ അറിയാൻ സാധിച്ചത് സിൻസി ചേച്ചി നല്ലൊരു അഭിനേത്രി കൂടിയാണ് എന്നാണ്. ചേച്ചി എന്തൊക്കെ വർക്കാണ് ചെയ്തിട്ടുള്ളത്? ഞാൻ വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്, ആഡ് ഫിലിം ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, മൂവി ചെയ്തിട്ടുണ്ട്, റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട്. എല്ലാ മേഖലയിലും സീരിയൽ ഒഴികെ ബാക്കി എല്ലാ മേഖലയും അടുത്ത സിനിമകളൊക്കെയാണ് ലക്ഷ്യം. ഏത് മൂവിയായിരുന്നു ചെയ്തത്? മൂവി ഇപ്പോ തമിഴ് മൂവിയാണ്. ഇപ്പൊ നെക്സ്റ്റ് മന്ത് റിലീസ് ആവുന്ന സിംഗ എന്ന് പറഞ്ഞിട്ട് കായൽ ചന്ദ്രയാണ് മെയിൻ ആക്ടർ ആയിട്ട് വരുന്നത്. ഓക്കേ, സൂപ്പർ. ചേട്ടനോ? ഞാൻ ഇതിലൊന്നും അഭിനയിച്ചിട്ടില്ല. അപ്പൊ ജീവിതത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഫുൾ സപ്പോർട്ടാണ്. നമുക്കൊരു യൂട്യൂബ് ചാനലും ഉണ്ട്. അപ്പൊ അതിലോട്ട് വേണ്ട കണ്ടന്റ് കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. എന്താണ് കണ്ടന്റ്? എന്താ വരുന്നത്? നമുക്ക് ഫൺ റിലേറ്റഡ് ആയിട്ടുള്ള ഫാമിലി കണ്ടന്റുകളാണ്. വീട്ടിലുള്ള കോമഡികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു കലയുണ്ടോ? ഇതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ചേട്ടൻ പാടും എന്ന് ഞാൻ പറഞ്ഞ ചേട്ടൻ നിരസിക്കും? ഞാൻ തീർച്ചയായിട്ടും നിരസിക്കും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ചെറിയ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ട്രിക്ക്, മെന്റലിസത്തിന്റെ ഭാഗമായി ചെറിയൊരു സാധനം നോക്കാം. ഞാൻ പലയിടത്തും ചെയ്തിട്ടുള്ളതാണ്, ആൾക്കാർ കാണാത്തൊന്നല്ല. എന്നാലും ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു സന്തോഷമുണ്ട്. നമ്മുടെ അടുത്ത് ഇപ്പോൾ കാർഡാണ്. ഇപ്പോൾ ചെക്ക് ചെയ്യാം കേട്ടോ മൊത്തത്തിൽ. അത് ഞാൻ എന്തെങ്കിലും ട്രിക്ക് അതിനകത്ത് ഓൾറെഡി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. ആ പ്രേക്ഷകരെ ഒന്ന് കാണിച്ചോളൂ. അപ്പം ഇനി ഞാനിത് ഫോഴ്സിങ് ടെക്നോളജി അങ്ങനെ പല രീതിയിലാണ് പറയും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. വേണമെങ്കിൽ ഒന്ന് ഷഫിൾ ചെയ്യാം കേട്ടോ. ഇതൊക്കെ നമ്മൾ മേക്ക് ഷുവർ ചെയ്യാണ്. ഞാൻ ഇതിനകത്ത് പ്രീസെറ്റ് അല്ല എന്നുള്ളത്. കാർഡുകളൊന്നും പ്രീസെറ്റ് ചെയ്തൊന്നും ചെയ്തിട്ടില്ല എന്ന് കൺഫേം ചെയ്യണതാണ്. കളിച്ചിട്ട് വലിയ ശീലമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതിൻ്റെ ഇടയിൽ എപ്പോൾ ആണെങ്കിലും നിർത്താൻ പറയാം. ഓക്കെ, അവിടെ വെച്ച് കിട്ടുന്ന കാർഡ് അത് മനസ്സിൽ വിചാരിക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ ക്യാമറയ്ക്ക് കാണിച്ചു കൊടുക്കാം. എനിക്ക് കാണിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ഞാനത് ട്രൈ ചെയ്യും. അമ്മീൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ട്രൈ ചെയ്തിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കും. ഇതാണ് സംഭവം. അത്യാവശ്യം എല്ലാം ഷഫിൾ ചെയ്തിട്ടുണ്ട്. അതിന് പറഞ്ഞോളൂ. എപ്പോഴാണ് വേണ്ട വെച്ചെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറയാം. സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇതാണ് കാർഡ്. ഓക്കെ, ഇനി ഇത് മിക്സ് ചെയ്തോളൂ. എങ്ങനെയാണ് മിക്സ് ചെയ്തോളൂ.
അങ്ങനെയാണെങ്കിൽ ഞാൻ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തോണ്ട് ഓക്കെ, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ മിക്സ് ചെയ്യാം. ഇങ്ങനെ വെച്ച് നമ്മളിങ്ങനെ തിരിച്ചു മറിച്ചു എല്ലാം ചെയ്തു. ഇതിലേട്ട് മാത്രം നോക്കിയാൽ മതി, എന്നെ നോക്കണ്ട. ഓക്കെ, ഏത് കാർഡാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചത് വെച്ചെങ്കിൽ അത് എത്തുമ്പോൾ മനസ്സിൽ യെസ് എന്ന് പറയണം. മനസ്സിൽ പറഞ്ഞാൽ മതി, വേറെ കണ്ണുകൊണ്ട് കാണിക്കുക ഒന്നും വേണ്ട, മനസ്സിൽ മാത്രം യെസ് എന്ന് പറഞ്ഞാൽ മതി. കിട്ടുന്നില്ലല്ലോ, ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എവിടേക്കോ മിക്സ് ആയി പോയെന്ന് സംശയമാണ്. ചിരി വരുന്നുണ്ട്, അവിടെ എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, ഇതിലെവിടെയാന്ന് തോന്നുന്നുണ്ട്, പക്ഷെ എനിക്കത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്യാം, എന്നിട്ട് ആളിത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്. കൈ ഒന്ന് ഹോൾഡ് ചെയ്തേ. ആ, ഇനി ഇതിലോട്ട് മാത്രം നോക്കിയിരിക്കണേ. മനസ്സിൽ പറഞ്ഞാൽ മതി കേട്ടോ, കാർഡ് എത്തുമ്പോൾ യെസ്, അല്ലാത്തതിനൊക്കെ നോവും പറയണം. ഓക്കെ, കുറച്ച് മുറുക്കി പിടിച്ചോ. അപ്പം ഇതൊന്നുമല്ല, ഇതിലേതോ കാർഡാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ? എന്നെ മുഖത്തേക്ക് കൈ വിടണ്ട, കൈ വിടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ആകെ ഇതിനകത്ത് ആകെ ബ്ലാക്കും റെഡ് മാത്രമാണ് ഉള്ളത് അല്ലേ? അപ്പൊ അതില് ബ്ലാക്ക് ഓർ റെഡ്? ബ്ലാക്ക് അല്ല. ഓക്കെ, ഇനി ഇതിനകത്ത് 3 എണ്ണാണുള്ളത്. ഈ 3 എണ്ണം ഇതിലാരോ ആണ്. ഐ തിങ്ക് കുറച്ച് സ്നേഹം കൂടുതൽ ആളാന്ന്. അപ്പൊ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലവ് ഓഫ് 4 എന്ന് പറയാൻ വേണമെങ്കിൽ ആദ്യം 4 ആണ്. സൂപ്പർ, കൺഗ്രാജുലേഷൻസ്. കറക്റ്റ്. ഞാൻ ഷഫിൾ ചെയ്ത പലിശ, കാരണം ചില ആൾക്കാർ പറയും അടിയിൽ സാധനം ഒളിപ്പിച്ച് വെക്കുന്നൊക്കെ പറയും. അപ്പൊ ഞാൻ അടിയിൽ നിന്നൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ ഷഫിൾ ചെയ്താണ്. പക്ഷെ അടിപൊളി. വീട്ടിൽ ആരൊക്കെ ഉണ്ട് അത് ചോദിക്കാൻ വിട്ടുപോയി ഞാൻ. ഞങ്ങൾക്ക് 2 കുട്ടികളും കൂടെ ഉണ്ട്. അത് ശരി. അവര് എത്ര ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്? മൂത്താള് 7ാം ക്ലാസ്സില്, രണ്ടാമത്തെ ആള് 2ാം ക്ലാസ്സില്. ആർക്കെങ്കിലും ഇതിനകത്ത് താല്പര്യമുള്ളവരുണ്ടോ? മെന്റലിസം കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂത്താളും മെയിൻ ആയിട്ട് ഇതിന്റെ ആളാണ്, ട്രൈ ചെയ്ത്. എന്നിട്ട് അത് വിൻ ചെയ്യാറുണ്ടോ? ഉണ്ട്. ഇത് നമ്മള് കണ്ടുപിടിക്കുന്നത് അവളെ എവിടേക്കോ സെർച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ വെല്ലുവിളിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ആളെ പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. അതിനു മുമ്പ് ചേച്ചി, ചേട്ടൻ അതിഗംഭീരമായിട്ട് ചേട്ടൻ അറിയാവുന്ന മേഖലയിൽ കഴിവ് തെളിയിച്ചു. ഇനി അറിയാത്ത മേഖലയിൽ നമുക്കൊന്ന് കഴിവ് തെളിയിപ്പിക്കണ്ടേ? ആ, ചേച്ചി പറ. നമ്മൾ എന്തായാലും ഒരു പണി കൊടുക്കാനാണല്ലോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അല്ല, ഗെയിം എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഗെയിം അല്ല, ഒരു ചെറിയ പണി ഉണ്ട് തന്നെ. ഞാൻ അതിനാണ് വരെ വിളിച്ചത് തന്നെ. മെന്റലിസ്റ്റ് ആയിട്ട് ഇതൊന്നും വായിച്ചെടുക്കാൻ പറ്റിയില്ല അല്ലേ? അതല്ല, വേറെ വല്ല മറ്റേ പണി അങ്ങനത്തെ അല്ലല്ലോ. അല്ല, ഇതൊരു സിമ്പിൾ പണി. കുഴപ്പമില്ല, നോക്കാം. പിന്നെ ചേച്ചി എന്താ കൊടുക്കേണ്ടത് നമുക്ക്? നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു മേക്കപ്പ് ടാസ്ക് ആണ്. അതായത് ആരെ മേക്കപ്പ് ചെയ്യണം? ആനന്ദേട്ടൻ എന്നെ മേക്കപ്പ് ചെയ്യണം, എന്റെ ഒരു ആഗ്രഹം. അത് നോർമലി നമ്മൾ ഒറ്റയ്ക്ക്, ലേഡീസ് ഒറ്റയ്ക്കാണല്ലോ മേക്കപ്പ് ചെയ്യുന്നത്. നമുക്ക് ഒരുമിച്ച് മേക്കപ്പ് ചെയ്യാം. ആദ്യം ആര് കഴിയും നോക്കാം, അതല്ലേ നല്ലത്. ചേട്ടൻ സാരി കൊടുത്തിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ചാലോ ചേട്ടൻ? അതിലും ഭേദതാ. ചേച്ചി എന്താ പ്ലാൻ ചെയ്തിട്ട്? ഞാൻ പ്ലാൻ ചെയ്തിട്ട് എന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ എങ്ങോട്ടേലൊക്കെ പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് എപ്പോഴും വഴക്കാൻ ഞങ്ങൾ തമ്മിൽ. കാരണം പുള്ളി എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും, എന്റെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ എപ്പോഴും ഇറങ്ങാൻ അങ്ങനെ പറഞ്ഞ പോലെ. അതായത് നമ്മളിപ്പോ ഒരു 9 മണിക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തെന്ന് വിചാരിക്കാം. അപ്പൊ മൂപ്പര് നേരത്തെ എനിക്കും, അപ്പൊ തന്നെ എന്നെ എനിപ്പിക്കും. എന്നിട്ട് പറയും നേരം മെഴുകും എനിക്ക് എന്ന് പറയും. ഇപ്പൊ ഞാൻ ഒരു സമയമുണ്ട്, അങ്ങനെ കുളി കഴിഞ്ഞ് പിന്നെ ഡ്രസ് ചേഞ്ചിങ് കഴിഞ്ഞ് പിന്നെ മേക്കപ്പ് ഇതൊക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാനം കണ്ണിന്റെ മുകളിൽ ഒരു പരിപാടി ഉണ്ട്. അത് ചെയ്യണ സമയം ഞാൻ അതുവരെ സഹിച്ചു കിടക്കും. എത്ര വിളിച്ചാലും എനിക്കില്ല. കുറെ ചീത്ത പറയുമ്പോൾ എനിക്കില്ല, അവിടെ കിടക്കും. കണ്ണിന്റെ അവിടെ എത്തി എനിക്കറിയാം ഇനി സമയമായി. നേരെ പോകുന്നു, കുളിക്കുന്നു, ഡ്രസ്സ് മാറുന്നു, മുഖം ശരിയാക്കി വരുന്നു. അപ്പൊ ഈ ലാസ്റ്റത്തെ ലൈൻ ഇടുണ്ടാവും. അപ്പൊ അത് പറഞ്ഞിട്ട് അതിന്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ ടച്ചപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇനി സമയമില്ല, ഇറങ്ങണം എന്നിട്ട് വാശി പിടിക്കാറുണ്ട്, നേരത്തെ ഇറങ്ങാൻ പറഞ്ഞിട്ട്. അപ്പൊ പുള്ളിയുടെ ഒരു കോൺസെപ്റ്റില് എന്റെ കണ്ണ് എഴുതണ നേരം മതി, ആൾക്ക് റെഡി ആവാനാണ്. അതത്രേ ഉള്ളൂ, അത്ര മതി, സമയം മതി. അപ്പൊ എന്തോരം എഫേർട്ട് ഇട്ടിട്ടാ ഞാൻ മേക്കപ്പ് ചെയ്യണെന്ന് എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തോ. ഞാൻ ചെയ്തു തരണം, എനിക്ക് ചെയ്തു തരണം. എനിക്കറിയില്ല ഒന്നും ചെയ്യാൻ. അതല്ലേ. അപ്പൊ
ഇന്ന് നമുക്ക് ഇന്നൊന്ന് ചെയ്ത് നോക്കിയിട്ട് എത്ര ഇപ്പൊ എടുത്തു ബുദ്ധിമുട്ടുണ്ട്. വെച്ചോട്ടെ ഈ മുഖം ഇനി എങ്ങനെയാ വരിക എനിക്കറിയാം ഒരു ഉറപ്പില്ല. ഞാനിപ്പോ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, കണ്ണ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. വേണമെങ്കിൽ എല്ലാം ഒന്ന് തുടച്ചിട്ട് ആദ്യത്തും തുടങ്ങിക്കോ. ചേച്ചി ഏറ്റവും മനോഹരമായി ചേട്ടൻ തെളിയിക്കേണ്ടത് എന്താണെന്നറിയോ? 5 മിനിറ്റ് കൊണ്ട് ഈ സാധനം സിമ്പിൾ ആയിട്ട് ചെയ്ത് തീർക്കാൻ കഴിയും എന്നാണ് ചേട്ടൻ ഇവിടെ തെളിയിക്കേണ്ടത്. ഇത്ര സമയം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതല്ലേ ഹീറോയിസം? അത് ശരിയാണ്. അല്ല എന്റെ മേക്കപ്പ് അത് മതിയാവും, 5 മിനിറ്റ് മതി. നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ആയിക്കോട്ടെ. നമുക്ക് എന്തായാലും ചേട്ടൻ എത്ര മനോഹരമായിട്ട് ചേച്ചിയെ സുന്ദരിയാക്കും, എത്രത്തോളം സുന്ദരിയാക്കും എന്നുള്ളത് നമുക്ക് കാണാം. നിങ്ങളായി നിങ്ങളുടെ പാടായി ഞാൻ അങ്ങ് മാറണം. അവസാനം മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പൊ ചേട്ടാ ഓൾ ദി ബെസ്റ്റ്. ഇതൊരു തുടക്കമാവട്ടെ. ഓക്കെ, ശരി എന്നാ ബൈ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണല്ലോ. നീ പറഞ്ഞോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ ചെയ്തുതരാം. എന്തായാലും വൈബ്സ് എടുത്തിട്ട് ഒരു പ്രാവശ്യം തുടക്കാം. തുടച്ചോ, നല്ലതാണ്. അപ്പൊ മുഖത്തെ ശല്യമൊക്കെ പോയിക്കോളൂ. നമ്മളൊന്നില്ലെങ്കിൽ റിയാലിറ്റി ഷോയിലൊക്കെ പോയിട്ടുള്ളതല്ലേ, അപ്പൊ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നത് ആണോ? നമുക്ക് നക്കി തരാം. ഇതിനല്ലേ ഞാനിത് ഇത്ര എടുത്തിട്ട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് ഒരു ദിവസം കൊണ്ട് തീർക്കുവോ? അല്ല, നമ്മള് വാങ്ങുമ്പോ പറയാറുണ്ട് ഇതിനൊക്കെ എന്ത് ഇത്ര വില, അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അതെ, എന്നിട്ട് ഇപ്പൊ നിങ്ങൾ എന്തോരം എടുത്തേ? അല്ലെങ്കിൽ അപ്പൊ ഇത് തുറച്ചാൽ കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? നോക്കിയേ. കഴിഞ്ഞ അല്ല ഇനി ഇടും, പൗഡർ ഇടും. അല്ല പൗഡർ തന്നെയല്ലേ സാമ്പിൾ വരുന്നത്. കുറേശ്ശെ തേച്ചാ മതി. പെയിന്റ് പണിയൊക്കെ കണ്ടിട്ടില്ലേ? അതോർത്താ അതിന്റെ ഓരോ സ്റ്റേജ് ആയിട്ട് ഇട്ടാ മതി. പ്രൈമർ എന്ന് ഞാനൊക്കെ പറയാറുണ്ട്. ഇനി എന്താ ഇതിനകത്തുള്ള? അപ്പൊ ഇത് ഇടണ്ടേ? ഒക്കെ അന്തന്റെ ഇഷ്ടം. മേക്കപ്പ് ചെയ്തിട്ട് ആരെങ്കിലും ചെയ്യാറില്ല. ഇല്ല, ഇങ്ങനെ ചെയ്യാറില്ല. വേണമെങ്കിൽ മതി, നന്നായി വരണമെങ്കിൽ മതി. ഇനി എന്താ കഴിഞ്ഞു? മുഖത്ത് എത്ര മതി? ലിപ്സ്റ്റിക് ഇടും. ഇതല്ലേ ഇതിന് മുകളിലൂടെ സാധനം കയറില്ലേ? ലിപ് ലൈനർ. അതാണ് അത്. ഇതൊക്കെ ഫിനിഷിംഗ് പോയിന്റുള്ളതാണ്. ഞാൻ കുളിച്ചു വരുമ്പോ കാണാറുള്ളതാണ് ഈ സീനൊക്കെ. മോശമായിട്ട് ഒന്നും പറയരുത് കേട്ടോ, നന്നായിട്ട് മാത്രമേ പറയുള്ളൂ. അത് ശരിയാവില്ല, ബ്ലെൻഡ് ആവില്ല. ഇപ്പൊ ശരി, മറ്റേ പറക്കുന്ന മേക്കപ്പ് ചെയ്യുന്ന പോലെ തുടങ്ങിയിട്ടുണ്ട്. കണ്ണായിരുന്നു. അയ്യോ ഒരു മിനിറ്റ് കേട്ടോ. ഇതിന്റെ മെയിൻ പരിപാടി ഇങ്ങനെ ചെയ്യണം. ഇനിയൊരു സാധനം കൂടെ ഉണ്ട്. ഇതല്ലേ? മേലെ വയ്ക്കാൻ പാടുമോ? ഇനി ഇത് കണ്ണിന് മേലേക്ക് വേറെയും വേണോ? കൊള്ളാലോ. കൊള്ളാന്നേ പറയാവൂ. ചെയ്തിട്ടുണ്ട്. അമീൻ ബ്രോ അവിടെ ഒറ്റയ്ക്കാക്കി പോയിട്ട് ദൂരെ ഇരുന്ന് വീക്ഷിക്കുകയായിരുന്നു ഞാൻ. എന്തായാലും പറ്റണ പോലെ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. ക്രീം ഒക്കെ മുഖത്ത് വാരി പൊത്തി. ഓക്കെ, അതിനുശേഷം ബാഗിലേക്ക് വന്ന് ഇത് കൈ വെച്ച് തുടച്ചതെല്ലാം കളഞ്ഞ് അതാണ് നല്ലോണം ബ്ലൻഡ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ലിപ്സ്റ്റിക്കും കണ്ണും കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് അത് എനിക്ക് പറയണം. ആ ടൈമിലാണ് ഞാൻ വിളിച്ചിറങ്ങണത്. ഞാൻ ഇത്രയും കണ്ടോട്ടോ. അത് ന്യായമായ ഒരു കാര്യമാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം
അതെ അതെ. പിന്നെ ചേച്ചിയോട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, വെറും 12 മിനിറ്റ് മാത്രമാണ് ചേട്ടൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന സമയം. ഈ ലിപ്സ്റ്റിക്കും ഇതിന് മാത്രമാണ് 12 മിനിറ്റ് എടുത്തേക്കുന്നത്. ചേച്ചി എന്ത് പറയുന്നു? ചേച്ചി കണ്ണാടിലോട്ടൊന്ന് നോക്കിയേ. നന്നായിട്ടുണ്ട്, ചെയ്തതൊന്നും വൃത്തികേടൊന്നുമില്ല, എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ കുറച്ച് ഹൈലൈറ്റർ ഒക്കെ ഇട്ടിട്ട് ഒരു ബ്ലഷ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് അങ്ങനെയൊക്കെ ഒന്നും കൂടെ ചെയ്യാറുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. 10-ൽ എത്ര മാർക്ക് കൊടുക്കാം? 10-ലൊരു 8 മാർക്ക്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, എനിവേ സോ നമ്മുടെ ഈ ഒരു സെഗ്മെന്റ്, ടാസ്ക് സെഗ്മെന്റ് അതിഗംഭീരമായിട്ട് ഞാൻ ആനന്ദ് ബ്രോ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഹാപ്പി അല്ലേ? യെസ്. എന്നാൽ ഇനി അടുത്തത് എങ്ങോട്ടാണെന്ന് അറിയാമല്ലോ? ഗെയിം സെഗ്മെന്റിലോട്ടാണ്. സാധാരണ ഗെയിം സെഗ്മെന്റിൽ ഇതിനകത്ത് ഇരയാകുന്നവരെ അവിടെ നമ്മൾ സേഫ് ആക്കാറാണ് പതിവ്. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനന്ദ് ബ്രോനെ എനിക്ക് അങ്ങ് ബോധിച്ചത് കൊണ്ട് നിങ്ങളെയും ഞങ്ങൾ സിനിമയിൽ എടുത്തിരിക്കുന്നു അടുത്ത ഗെയിം സെഗ്മെന്റിലേക്ക്. ഓക്കെ, റെഡി അല്ലേ? ഗെയിമിലേക്ക് പോവാം. ഓക്കെ, സോ രണ്ടുപേരും ഒരു കപ്പിൾ ഗെയിമാണ് അടുത്ത പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഗെയിമിലേക്ക് കടക്കുന്നു. ഇവിടെ ചേച്ചിയെ പോലെ തന്നെ ചുവന്ന ഉടുപ്പിട്ട 3 ക്യാൻ നിപ്പുണ്ട്. ഓക്കെ, സോ ഇതിനകത്തുള്ള ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടനോ ചേച്ചിയോ ആർക്കെങ്കിലും ആദ്യം ഒരാൾ ഒരു സ്പെഗറ്റി എടുക്കുന്നു, ഇത് വായിൽ വെക്കുന്നു. ഓക്കെ, വായിൽ വെച്ച് കഴിഞ്ഞാൽ കൈകൾ രണ്ടും പുറകോട്ട് കെട്ടണം. അപ്പൊ ഈ സാധനം ഇവിടെ ഇരിപ്പുണ്ടേ. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞ് ഈ ഒരു ക്യാനിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ വിടണം. ഇങ്ങനെ വിട്ട് കഴിഞ്ഞ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, അത് ചേച്ചിയോ ചേട്ടനോ നിങ്ങളുടെ ഇഷ്ടം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇതേപോലെ തന്നെ ചേട്ടൻ അവിടെ കടിച്ചു പിടിച്ച പോലെ ഇപ്പുറത്ത് ചേച്ചിയും വായ കൊണ്ട് കടിച്ചു പിടിക്കണം. എന്നിട്ട് മന്ദം 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 നടന്ന് നീങ്ങി ആ ടേബിളിൽ കൊണ്ടുപോയി വെക്കണം. വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, വെറുതെ ഇങ്ങനെ വെച്ചാ പോരാ. വെക്കുന്ന സമയത്ത് 2, 3 ഈ ഒരു പിരമിഡ് ഷേപ്പിൽ വേണം അവിടെ അത് പ്ലേസ് ചെയ്യാൻ. ഓക്കെ, പിന്നെ അതില് രസകരമായിട്ട് വേറെ സംഭവം പറയട്ടെ. ചേട്ടൻ ഞാൻ എത്ര സമയം തരണ്ടെന്നറിയോ? 1 മിനിറ്റ് സമയമുണ്ട്. ഇനി ഞാൻ കുറച്ചിങ്ങ് മാറി നിൽക്കുകയാണ്. നിങ്ങൾ പ്ലാൻ ചെയ്തോളൂ. ആരാണ് ഫസ്റ്റ് എടുക്കുന്നത്? ഓക്കെ, ശരി, തുടങ്ങാം. ഓക്കെ, സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പൊട്ടൂട്ടാ, കാറ്റടിക്കണ്ട്. സമയം പോണ്, 20 സെക്കൻഡായി. സ്പീഡ് നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് നിൽക്കല്ലേ. ചേച്ചി കൈ ബാക്കില്, ചേച്ചി കൈ ബാക്കില്. 35 സെക്കൻഡ്. ശരിയല്ലോ, നല്ല കനമുള്ളത് നോക്കിയെടുക്ക്. 42 സെക്കൻഡ്. യെസ്. ഓ പോയി. ചേച്ചി 55 സെക്കൻഡ്. വേഗം വേഗം. 5 സെക്കൻഡ്. 5, 4, 3. പിന്നെ ഏതായാലും നടക്കട്ടെ. ഏതായാലും സമയം കഴിഞ്ഞ് ചേച്ചിയുടെ സന്തോഷത്തിന് നമ്മൾ അതിമനോഹരമായി എല്ലാ റൂൾസും തെറ്റിച്ചുകൊണ്ട് ജയിച്ചിരിക്കുകയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ചേട്ടൻ തോറ്റിരിക്കുകയാണ്. സാരല്ല, നമുക്കത് എന്തായാലും ടെൻഷൻ അടിക്കേണ്ട. എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് മാത്രമാണ് മിസ്സായിട്ടുള്ളൂ. ചേട്ടൻ ചേച്ചി ഇങ്ങോട്ട് വരൂ. രണ്ടുപേരും വിഷമിക്കേണ്ട കാര്യമല്ല. വേറെയും ഒരുപാട് സമ്മാനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ വേണ്ടേ? അതിന് വേണ്ടിയിട്ട് എനിക്ക് ഇവിടുത്തെ 2 കുഞ്ഞു മെന്റലിസ്റ്റുകളെയും കൂടെ കാണണം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഹലോ, എന്താ പേര്? ആർദ്ര. മോളുടെ പേരെങ്ങനെയാ? ആരിക. ആരിക ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ആർദ്ര കുട്ടിക്ക് ബി പെർഫ്യൂംസിന്റെ നല്ലൊരു സമ്മാനം. ബി പെർഫ്യൂംസ് വിത്ത് 12 hours ലാസ്റ്റിംഗ് ഗ്യാരണ്ടി. ഓക്കെ, സൂപ്പർ. സ്ത്രീകളുടെ വ്യത്യസ്തമായ ബോഡി റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ടുള്ള ഇന്നർ വിയേഴ്സ് ഓറിബോൺസ് യുവർ ഇന്നർ ബ്യൂട്ടി നൽകുന്ന നല്ലൊരു സമ്മാനം. ഓക്കെ,
അടുത്തതായി ആരംഭിക്കൂ ഓരോ പ്രഭാതവും നൈലിനോടൊപ്പം. നൈൽ ഫുഡ് പ്രൊഡക്ട്സ് ചേട്ടന് സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ തരുന്നു. രാവിലെ എന്നും എണീറ്റ് പ്രഭാതത്തിൽ ചേച്ചിക്ക് നൈൽ ഫുഡ് പ്രൊഡക്ട്സിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. ഓക്കെ. അടുത്തതായി കാർ മാർക്കിന്റെ കുടംപുളി ലേഹ്യം. വയറും വണ്ണവും കുറയുന്നതിനും വയറ് ചുരുങ്ങുന്നതിനും കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനുമുള്ള ഉത്തമ സഹായി. ഓക്കെ, ഫൈനലി കാർത്തിക കേക്സിന്റെ നല്ലൊരു സമ്മാനം നമ്മുടെ സ്വന്തം ആര്യക കുട്ടിക്ക്. ഓക്കെ, സൂപ്പർ. സോ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണർക്കോ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും എന്തെങ്കിലും പണി കൊടുക്കണമെങ്കിൽ താഴെ കാണുന്ന മെയിൽ ഐഡിയിലേക്ക് ഡീറ്റെയിൽസ് അയച്ചോളൂ. ചേച്ചിക്കും ബാധകമാണ്. ഇനി ഹെയർ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ എന്താ പറയാ, വേറെ ഏത് പണിയും ഏറ്റെടുക്കും ഈ ഒരു ഫൺ ഫാമിലി. ഓക്കെ, മടിക്കേണ്ട, മെയിൽ അയച്ചോളൂ. സോ അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അമീൻ സൈനിങ് ഓഫ് ഫ്രം ഫൺ ഫാമിലി. ബൈ.